നിങ്ങൾ റീലിൽ കാണുന്നതും വൈറ്റ് യൂണിഫോം ഇട്ട് വരുന്നതും പിന്നെ ഈ വീഡിയോ കണ്ടതും ഒന്നും മാത്രമല്ല മർച്ചൻ്റ് നേവിയുടെ കാര്യങ്ങളെന്ന് പറഞ്ഞത്. നാട്ടിലുള്ള ജോലി പോലെ മർച്ചൻ്റ് നേവിയിലെ ജോബ് ഒരിക്കലും ഒരു 10 to 5 ജോബല്ല. ചില ദിവസങ്ങളിൽ 12, 18, 20, 30 മണിക്കൂറോളമൊക്കെ ജോലി ചെയ്യേണ്ട ദിവസങ്ങളിൽ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ സെക്കൻഡ് ഷിപ്പിൽ ഒരു ചെറിയൊരു അനുഭവം പറയാം. ഞങ്ങൾക്ക് സെക്കൻഡ് ഷിപ്പിൽ അർജൻറ്റീനയിൽ റിവർ പാസേജ് ആയിരുന്നു. റിവർ പാസേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റ സ്ട്രെച്ചിന് നമുക്ക് മേ ബി അകത്ത് കയറാൻ പറ്റത്തില്ല. അപ്പം ഒരു 18-20 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന, ചിലപ്പോൾ അതിലും കൂടാം, അത്രയുള്ള ഒരു പാസേജ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒറ്റ സ്ട്രെച്ച് ചിലപ്പോൾ അകത്ത് കയറി പോകത്തില്ല. ഇടയ്ക്ക് നമ്മൾ ആങ്കർ എടുക്കും. പിന്നെ പൈലറ്റിനെ റിസീവ് ചെയ്യാൻ ഒറ്റ പൈലറ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ 1, 2, 3 അതിൽ കൂടുതൽ പൈലറ്റ്സിനെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് റിസീവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമ്മൾ റെസ്റ്റിന് പോയാലും നമ്മുടെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കും. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. പോർട്ടിലെത്തിക്കഴിയുമ്പോഴും പോർട്ടിലെ ആങ്കറിങ്, മൂറിങ് ഓപ്പറേഷൻസിനൊക്കെ എല്ലാ ക്രൂവും അവിടെ ഉണ്ടായിരിക്കണം. അപ്പം അവിടെ നമുക്ക് ചില ദിവസങ്ങൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. റെസ്റ്റ് കിട്ടുന്നില്ലെന്നല്ല, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ദിവസങ്ങൾ വരും. അതിന് കോമ്പൻസേഷനായിട്ട് നമുക്ക് തുല്യമായിട്ടുള്ള റൂൾസ് പറയുന്ന അനുസരിച്ച് റെസ്റ്റും ലഭിക്കാറുണ്ട്.